ഒരു വീട് പണിയുമ്പോൾ ആദ്യം മുതൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും. അല്ല, ആദ്യം മുതലേ നമ്മളൊരു ഡീറ്റെയിൽ ഒരു കൺസൾട്ടന്റ് കൂടി ഉണ്ടാവുക എന്നുള്ളതാണ്. കൺസൾട്ടന്റ് എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ കൂടെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നമ്മളിപ്പോൾ ഇഷ്ടം പോലെ ആർക്കിടെക്റ്റ് ഉണ്ട് ഇവിടെ, എൻജിനീയേഴ്സ് ഉണ്ട്, ഡിസൈനേഴ്സ് ഉണ്ട്. ഒരു BFA MFA കഴിഞ്ഞ സുഹൃത്തുക്കൾ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട്. ഈ കളർ സെൻസ്, കളർ സ്കീം, കളർ തിയറി അറിയുന്ന ഒരാളെ കൂടെ കൂട്ടുക, മെറ്റീരിയലിനെ കുറിച്ച് അവബോധമുള്ള ഒരാളെ കൂട്ടുക. അതോടൊപ്പം നമ്മൾ ഏതെങ്കിലും ഒരാളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അവരുടെ അറിവും കൂടി നമുക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് മെന്റാലിറ്റിയോട് കൂടിയിട്ട് കുറച്ച് പൈസയൊക്കെ ഈ കൺസൾട്ടന്റിന് കൊടുക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം. പലരും ഒരു മെറ്റീരിയലിസ്റ്റിക് അല്ല ഒരിക്കലും അതൊന്നും. അവർ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് എവിടെയൊക്കെ കേട്ടത് നമുക്ക് അറിവുള്ള കാര്യമായിട്ട് തോന്നാം. അതുകൊണ്ട് അതിനൊരു വാല്യൂ കൊടുക്കില്ല. ഞാൻ പറയുന്നത് നല്ലൊരു കൺസൾട്ടന്റ് വെക്കണം. ഡീറ്റെയിൽ ഡ്രോയിങ് ആദ്യം ഉണ്ടായിരിക്കണം കയ്യിൽ. പഞ്ചായത്തിന് കൊടുക്കാൻ വെച്ച ഡ്രോയിങ് അല്ല, പഞ്ചായത്തിന് കൊടുക്കാൻ വെച്ച ഡ്രോയിങ് കൊടുത്തതിന് ശേഷം നമ്മൾ കംപ്ലീഷൻ ഡ്രോയിങ് പിന്നീട് കൊടുക്കൂലേ. അതിനിടയ്ക്ക് നടക്കുന്ന ഒരു സാധനങ്ങളുണ്ട്, കുറേ കാര്യങ്ങളുണ്ട്. അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഒരാളുടെ നിന്ന് കിട്ടണം.